ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. BJP എന്നാണ് അവരുടെ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരം കോർപ്പറേഷനെ കാത്തു സൂക്ഷിക്കുമെന്നാണ് BJP നേതാവ് VV രാജേഷ് അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് BJPയുടെ നേതൃത്വത്തിൽ NDA കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ആദ്യമായി BJP കൈയാളുന്നു. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് BJP എത്തുന്നു, NDA എത്തുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ പറയുകയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ 45 ദിവസം പറഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തും.